എല്ലാ വർഷവും സാഘോഷം നഗരനിരത്തുകളിലുടനീളം ദിവ്യകാരുണ്യ പ്രദക്ഷിണം ക്രമീകരിച്ച് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ഭക്തിസാന്ദ്രമാക്കി കൊണ്ടാടുന്നവരാണ് പോളിഷ് കത്തോലിക്കർ. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സംഘടിപ്പിച്ച വിവിധ ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങളിലായി 10,000-കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം കഴിഞ്ഞ കുട്ടികൾ വെള്ളവസ്ത്രങ്ങൾ അണിഞ്ഞ് റോസാപ്പൂ ഇതളുകൾ വിതറി ദിവ്യകാരുണ്യ ഈശോയെ വരവേറ്റു. ധൂപാർപ്പണ അകമ്പടിയോടെയും ആരാധനാസ്തുതികളുടെ ആരവങ്ങളോടെയും ദിവ്യകാരുണ്യനാഥൻ പൊതുനിരത്തുകളിലൂടെ ഭക്തി ആദരവുകളോടെ അണിനിരുന്ന വിശ്വാസി സമൂഹത്തിനിടയിലൂടെ ആഗതനായപ്പോൾ അത് വലിയ ക്രൈസ്തവ സാക്ഷ്യവും വിശ്വാസ പ്രഘോഷണവുമായി മാറുകയായിരുന്നു. ചില സ്ഥലങ്ങളിൽ പ്രദക്ഷിണ വഴിയിലുള്ള നഗര ചത്തുരങ്ങളിലും മറ്റുമൊരുക്കിയ താൽക്കാലിക ആരാധനാ കേന്ദ്രങ്ങളിൽ വച്ച് വൈദികർ ദിവ്യകാരുണ്യ ആശീർവാദവും നൽകി. പോസ്ന കത്തീഡ്രലിലെ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് പോളിഷ് കത്തോലിക്ക മെത്രാൻ സമിതി അധ്യക്ഷനും പോസ്ന ആർച്ച് ബിഷപ്പുമായ സ്റ്റാനിസ്ലാ ഗോഡക്കി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രൂപതകൾ കേന്ദ്രീകരിച്ചു നടത്തിയ പ്രദക്ഷിണങ്ങൾക്ക് ബിഷപ്പുമാരും ഇടവക കേന്ദ്രീകരിച്ചുള്ള പ്രദക്ഷിണങ്ങൾക്ക് വികാരിമാരും നേതൃത്വം നൽകി. റോമൻ ആരാധനക്രമ പ്രകാരം കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാൾ കഴിഞ്ഞുവരുന്ന വ്യാഴാഴ്ചയാണെങ്കിലും അതിനുശേഷമുള്ള ഞായറാഴ്ചയാണ് പല രാജ്യങ്ങളിലും ആഘോഷിക്കുന്നത്. പലയിടങ്ങളിലും വിശ്വാസത്യാഗവും കൂദാശ അവഹേളനങ്ങളും വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ പോളണ്ടിൽ പ്രൗഢഗംഭീരമായി നടത്തപ്പെട്ട ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഇത്തരം പാരമ്പര്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത രാജ്യങ്ങൾക്ക് മുൻപിൽ വെല്ലുവിളി ഉയർത്തുന്നതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കന ന്യൂസ്.